നമസ്കാരം. പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യ മരണപ്പെട്ട സംഭവത്തിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി മെഡിക്കൽ ബോർഡിന്റെയും വിലയിരുത്തൽ. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് കുറ്റകരമായ അനാസ്ഥയാണെന്നും കുട്ടിക്ക് ജനറൽ അനസ്തേഷ്യ നൽകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. കുട്ടിയുടെ മരണകാരണം അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. അനസ്തേഷ്യ നൽകി വെറും 10 മിനിറ്റിനകം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയും തുടർന്ന് ബോധരഹിതനായ കുട്ടി 5 ദിവസത്തിനു ശേഷം മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കുഞ്ഞിന്റെ ചുണ്ടിലും താടിയിലുമുണ്ടായ മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നില്ലെന്നും അതിനാൽ ജനറൽ അനസ്തേഷ്യ നൽകിയുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലായിരുന്നുവെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ 10:15 ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് വൈകിട്ട് 4:15 അനസ്തേഷ്യ നൽകിയത്. അനസ്തേഷ്യ നൽകിയ പയ്യന്നൂരിലെ ആശുപത്രിയിൽ ഇതിനാവശ്യമായ മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ വലിയ സംശയമുയരുന്നുണ്ട്. കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി പോലീസിന് നിയമ നടപടി സ്വീകരിക്കാമെന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ ബോർഡിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് 3 ദിവസത്തിനകം പോലീസിന് കൈമാറും. അതേസമയം മെഡിക്കൽ ബോർഡ് യോഗത്തിനിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറും സർക്കാർ പ്ലീഡറും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. കൂടുതൽ അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ DMO അനുമതി നൽകിയതിനെ സർക്കാർ പ്ലീഡർ എതിർത്തതാണ് തർക്കത്തിന് കാരണമായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പയ്യന്നൂർ എരമം സ്വദേശികളായ സൂരജിന്റെയും വിജുഷയുടെയും ഏകമകനായ ദേവാൻ ശൗര്യയ്ക്ക് കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റത്. ചുണ്ടിലും താടിയിലുമുണ്ടായ മുറിവിന് തുന്നലിടാൻ പയ്യന്നൂർ BMH ആശുപത്രിയിൽ വെച്ച് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ കണ്ണൂർ BMH ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച രാത്രിയോടെ കുഞ്ഞ് മരണപ്പെട്ടു. നിലവിൽ അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി എന്നിവരും അന്വേഷണ പരിധിയിലുണ്ട്. എന്നാൽ നിലവിൽ ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഇവർ 3 പേരും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റിനെ പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ DYSP കണ്ണൂർ DMIക്ക് കത്ത് നൽകിയിരുന്നു. പോലീസ് ശേഖരിച്ച എല്ലാ ചികിത്സാ രേഖകളും മെഡിക്കൽ ബോർഡിന് കൈമാറും. ഇവരുടെ റിപ്പോർട്ട് പൂർണ്ണമായി ലഭിച്ച ശേഷമാകും പോലീസ് തുടർന്നുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് സർജന്റെയും ശിശുരോഗ വിദഗ്ധയുടെയും പേരിൽ പോലീസ് കേസെടുത്തേക്കും. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട ദേവാൻ ശൗര്യയുടെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദർശനം നടത്തിയിരുന്നു. കുട്ടിയുടെ പിതാവ് സൂരജ്, മാതാവ് വിജിഷ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും മറ്റംഗങ്ങളും നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള യോഗം 3 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേസിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളതെന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ അനാസ്ഥയും കടുത്ത അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കളോട് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. കമ്മീഷൻ അംഗങ്ങളായ B മോഹൻകുമാർ, ഡോക്ടർ F വിൽസൺ, സിസിലി ജോസഫ്, KK ഷാജു എന്നിവരും ചെയർപേഴ്സണൊപ്പം കുട്ടിയുടെ വീട് സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു.